നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം പരാതിക്കാരിയായ നടി മാഫിയയുടെ നിയന്ത്രണത്തിലെന്നാണ് സനൽകുമാർ ശശിധരന്റെ ആരോപണം. നടിയെ നിയന്ത്രിക്കുന്നത് മാനേജർ ബിനീഷ് ചന്ദ്രനാണ്. നടിയുടെ പേരിൽ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്നും സനൽ ആരോപിച്ചു. തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു ക്ലച്ചസിൻ്റെ പിടിയിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ എനിക്ക് മാത്രമല്ല, എനിക്കെതിരെ മാത്രമല്ല, ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുത്ത് ശ്രമിക്കുന്നത് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നത്. ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല, ആ കേസിലൊന്നും തന്നെ തെളിവ് എടുക്കപ്പെടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെട്ട് അകറ്റാൻ വേണ്ടി മാത്രം സെയിം രീതിയിലാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും സനൽകുമാർ ശശിധരന് നിലവിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. എന്തായിരിക്കും ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് മറ്റൊരു ഉപാധികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെയാണ് ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഇതിൽ ഇപ്പോൾ സനൽകുമാർ പറയുന്നത് പോലെ ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെയുള്ള കേസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്കെതിരെ ആസൂത്രിതമായി ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഈ പരാതിക്കാരി എന്ന് പറയുന്ന നടി അവർ നേരിട്ട പരാതി നൽകിയിട്ടില്ല. തനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് നേരിട്ട പരാതി നൽകാൻ മടി എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് ഒരു മാഫിയയുടെ പിടിയിലാണ് ഈ നടി എന്ന് പറയുന്നയാൾ. ഈ വ്യക്തി അങ്ങനെയാണ്. അവർക്കൊപ്പം, ഈ മാഫിയകൾക്കൊപ്പമാണ് പോലീസ് നിലനിൽക്കുന്നത് എന്നതാണ് ഈ സനൽകുമാറിൻ്റെ ഒരു ആരോപണമായി പറയുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, നടിയുടെ കൂടി ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് താൻ കൂടി ഇതിൽ മാഫിയകൾക്കെതിരെ പോരാടുന്നത് എന്നതെല്ലാം അങ്ങനെയെല്ലാമാണ് ഈ സനൽകുമാർ ഇത്തരം കാര്യങ്ങളെ പറയുന്നത്. എന്തായാലും ഈ കേസിൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകും. നേരത്തെയും ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു 2022-ൽ. അതിൽ തുടർ നടപടികൾ, ജാമ്യ വ്യവസ്ഥകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥകളുടെ കൂടി ലംഘനം എന്ന രീതിയിലാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ നടിയെ പിന്തുടർന്ന് ശല്യം ചെയ്യാതിരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ പരാതി വരുമ്പോൾ അതിൻ്റെ കൂടി ലംഘനമാണ്. ഫലത്തിൽ ആ കേസ് കൂടി ഒന്നുകൂടി സജീവമാകുന്നു എന്നതാണ്. അപ്പോൾ രണ്ട് കേസുകളുടെ ഒരു പ്രാബല്യത്തിലേക്ക് വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രണ്ടും സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നതടക്കമുള്ളൊരു സമാന വകുപ്പുകൾ കാര്യങ്ങളും എല്ലാം തന്നെയാണ്. എന്തായാലും അതൊന്ന് കോടതി അലക്ഷ്യം കൂടിയാകുന്നു എന്നതാണ്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കേസിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങും. ഏതായാലും ഈ പരാതി നൽകിയിരിക്കുന്നവരിൽ നിന്നുള്ളൊരു വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചാണ് ഈ സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. മുംബൈ വിമാനത്താവളത്തിൽ അവിടെ തടഞ്ഞു വെച്ചതിന് ശേഷം ഇവിടെ നിന്ന്, കൊച്ചിയിൽ നിന്ന് പോലീസ് എത്തിയാണ് ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും എല്ലാം ചെയ്തു. അപ്പോൾ ഇതിൽ പറഞ്ഞത്, തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഫ്ലൈറ്റ് പിടിച്ച് വരുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു. അതിന് മാത്രം താൻ എന്ത് പ്രതിയാണ്? അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഇതിലൊരു സ്വാധീനം എന്താണെന്ന് മനസ്സിലാകും എന്നതെല്ലാമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ